നമ്മുടെ ശരീരത്തിലെ അഞ്ചാമത്തെ ചക്രമാണ് വിശുദ്ധി. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കഴുത്തിലാണ്. പറയുന്നത് വിശുദ്ധി ചക്രം നമ്മുടെ അഞ്ചാമത്തെ ശരീരമായ സ്പിരിച്വൽ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ചില സ്പിരിച്വൽ മാസ്റ്റേഴ്സും ചില സ്പിരിച്വൽ ട്രഡീഷൻസും പറയുന്നത് ഒരാൾക്ക് 7 ശരീരങ്ങളുണ്ട് എന്നാണ്. അവയുടെ പേരുകൾ ഇങ്ങനെയാണ്: നമുക്ക് കാണാൻ സാധിക്കുന്ന നമ്മുടെ ഫിസിക്കൽ ശരീരം, ഏഥറിക് ശരീരം, ആസ്ട്രൽ ശരീരം, മെൻ്റൽ ശരീരം, സ്പിരിച്വൽ ശരീരം, കോസ്മിക് ശരീരം, ഏറ്റവും അവസാനം നിർവാണിക് ശരീരം. ഇതിൽ അഞ്ചാമത്തെ ശരീരമായ സ്പിരിച്വൽ ശരീരവുമായിട്ടാണത്രേ വിശുദ്ധി ചക്രത്തിന് കണക്ഷൻ. ആദ്യത്തെ 4 ശരീരങ്ങളും അവയുമായി ബന്ധമുള്ള ചക്രങ്ങൾക്കും നമ്മളെ 2 എന്ന അവസ്ഥയിൽ നിന്ന് ഡ്യുവാലിറ്റിയുടെ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ സാധിക്കില്ലത്രേ. അത് സാധിക്കുന്നത് അഞ്ചാമത്തെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ മാത്രമാണ്. പറയുന്നത് അഞ്ചാമത്തെ ശരീരമായ സ്പിരിച്വൽ ശരീരം നോൺ ഡുവലാണ് എന്നാണ്. നോൺ ഡുവൽ എന്ന് പറയുമ്പോൾ മനസ്സിലാകുന്നില്ലെങ്കിൽ മറ്റൊരു വാക്ക് പറയാം: അദ്വൈതം. ഈ വാക്ക് നിങ്ങൾ തീർച്ചയായും കേട്ട് കാണും. അദ്വൈതം എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. ആ ദ്വൈതം. ദ്വൈ എന്നാൽ 2 എന്നർത്ഥം. അദ്വൈതം എന്നാൽ 2 അല്ലാത്തത് എന്നർത്ഥം. 2 അല്ലാത്തത് എന്താണ്? 1. എല്ലാം ഒന്നായി കാണുന്ന അവസ്ഥയാണ് അദ്വൈതം. ഇപ്പോൾ നമ്മൾ എല്ലാത്തിനെയും 2ആയാണ് കാണുന്നത്. നമ്മൾ പറയുന്നത് പകലും രാത്രിയും ഓപ്പോസിറ്റുകളാണ് എന്നാണ്. പക്ഷെ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. പകലും രാത്രിയും ഓപ്പോസിറ്റുകളല്ല, അവ കോംപ്ലിമെൻ്ററിയാണ്. അതായത് ഒന്ന് മറ്റൊന്നിനെ പൂർണ്ണമാകാൻ സഹായിക്കുന്നു. പകലില്ലാത്ത രാത്രിയും രാത്രിയില്ലാത്ത പകലും അപൂർണമാണ്. സത്യത്തിൽ പകലും രാത്രിയും വ്യത്യസ്തമായ കാര്യങ്ങളല്ല, അവ ഒന്നാണ്. അത് ഒരു ദിവസമാണ്. ഒരു ദിവസത്തിൻ്റെ 2 ഭാഗങ്ങളാണ് പകലും രാത്രിയും. പക്ഷെ നമ്മൾ എല്ലാത്തിനെയും 2ആയി കാണുന്നതുകൊണ്ട് ഒരു ദിവസത്തെ നമ്മൾ 2ആയി കാണുന്നു, പകലെന്നും രാത്രിയെന്നും. ഇതാണ് 2 എന്ന അവസ്ഥ, ഡ്യുവാലിറ്റി എന്ന അവസ്ഥ. ദിവസം എന്നതാണ് അദ്വൈതം. ഈ നോൺ ഡ്യുവാലിറ്റി എന്ന അവസ്ഥയെ, ഈ അദ്വൈതം എന്ന അവസ്ഥയെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക അഞ്ചാമത്തെ ശരീരത്തിലാണ്. പറയുന്നത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം 4ാമത്തെ ശരീരം വരെയാണ് എന്നാണ്. 5ാമത്തെ ശരീരം മുതൽ എല്ലാവരും ഒന്നാണ്. ഇതുകൊണ്ട് തന്നെ ധ്യാനിക്കുന്ന ഒരാൾക്ക് 5ാമത്തെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വരില്ല എന്ന് പറയപ്പെടുന്നു. കാരണം അവിടെ നമ്മളെ എതിർക്കാൻ ഓപ്പോസിറ്റുകളായി ഒന്നുമില്ല. അവിടെയെല്ലാം ഒന്നാണ്. പക്ഷെ ഒരാൾ 5ാമത്തെ ശരീരത്തിൽ പ്രവേശിച്ചോ ഇല്ലയെന്ന് എങ്ങനെ തിരിച്ചറിയും? പറയുന്നത് വിശുദ്ധി ചക്രവുമായി ബന്ധമുള്ള 5ാമത്തെ ശരീരത്തിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാൾ വളരെയധികം ബോധവാനായിരിക്കും എന്നതാണ്. ബോധമില്ലായ്മ എന്നത് ഇവർക്കുള്ളിൽ ഒരല്പം പോലും കാണില്ലാത്രേ. രസകരമായ കാര്യമെന്തെന്നാൽ ഇവർ ഉറങ്ങുമ്പോൾ പോലും ബോധവാനായിരിക്കും എന്നതാണ്. ഇവരുടെ ശരീരം ഉറങ്ങുന്നുണ്ടാവും, പക്ഷെ ഇവർ ഉള്ളിൽ ഉണർന്നിരിക്കുകയായിരിക്കും. സാധാരണഗതിയിൽ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ചുറ്റിനും സംഭവിക്കുന്ന എല്ലാത്തിനെയും കുറിച്ച് നമുക്ക് ബോധമുണ്ടാവും. 5ാമത്തെ ശരീരത്തിൽ പ്രവേശിച്ച ഒരാൾക്ക് ഉറക്കത്തിൽ പോലും ഇതേ അവസ്ഥയാണ്. അവർക്ക് ചുറ്റിനും നടക്കുന്നതിനെക്കുറിച്ച് ബോധമുണ്ടാവും. സാധാരണ ഒരു മനുഷ്യൻ ഉണർന്നിരിക്കുമ്പോൾ പോലും അയാളുടെ ഉള്ളിൽ ഒരു ലെവലിൽ ഉറക്കം സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഉണർന്നിരിക്കുന്നു എന്ന് പറയുന്നെങ്കിലും മറ്റൊരർത്ഥത്തിൽ നമ്മൾ സത്യത്തിൽ ഉറങ്ങുകയാണ്. 5ാമത്തെ ശരീരത്തിൽ പ്രവേശിച്ച ഒരാൾക്ക് ഉറക്കത്തിൽ പോലും ഉണർവിൻ്റെ അവസ്ഥയെ അനുഭവിക്കാൻ സാധിക്കുന്നു. നമ്മളെല്ലാവരും എപ്പോഴും പലതരം ജോലികൾ ചെയ്യുന്നു. ഉദാഹരണത്തിന്, നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ വരുന്നത് വണ്ടിയിലാണെങ്കിൽ ഗേറ്റ് തുറക്കുന്നു, വണ്ടി അകത്തിടുന്നു, വണ്ടി അണയ്ക്കുന്നു, ഗേറ്റ് അടയ്ക്കുന്നു. അല്ല, നടന്നാണ് വരുന്നതെങ്കിൽ അപ്പോഴും ഗേറ്റ് തുറക്കുന്നു, ഗേറ്റ് അടയ്ക്കുന്നു, വാതിൽ തുറക്കുന്നു, വാതിൽ അടയ്ക്കുന്നു. നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ബോധത്തോടെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സത്യമെന്നാൽ നമ്മൾ ഒരല്പം പോലും ബോധമില്ലാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം ശീലങ്ങളുടെ ശക്തി കൊണ്ടാണ്. We are doing it out of sheer force of habit. സാധാരണ ഒരു മനുഷ്യൻ ബോധവാനാകുന്നത് എന്തെങ്കിലും അപകടം വരുമ്പോൾ മാത്രമാണ്. ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ മാത്രമാണ് നമ്മൾ ബോധവാനാവുക. അല്ലാത്ത പക്ഷം
ഭൂരിഭാഗം ജനങ്ങളും അല്പം പോലും ബോധമില്ലാതെയാണ് അവരുടെ മുഴുവൻ ജീവിതവും ജീവിക്കുന്നത്. ഇതിന് വേറെയും തെളിവുകളുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവും. അതായത്, ദേഷ്യപ്പെട്ടതിന് ശേഷം ഇങ്ങനെ തോന്നുക: ഞാൻ എന്തിനാണ് ദേഷ്യപ്പെട്ടത്? എനിക്ക് പോലും അറിയില്ല ഞാൻ എങ്ങനെയാണ് ദേഷ്യപ്പെട്ടതെന്ന്. ദേഷ്യം വന്നത് എവിടെ നിന്നാണ്? ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു കാര്യമാണിത്. ഞാൻ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത വാക്കുകളാണ് എൻ്റെ നാവിൽ നിന്ന് വീണത്. സത്യത്തിൽ വഴുതി വീണതാണവ. ഇതെങ്ങനെ സംഭവിച്ചു? ഇങ്ങനത്തെ ഒരു ചിന്ത നിങ്ങൾക്കൊരിക്കലെങ്കിലും ഉണ്ടായിട്ടില്ലേ? ഇത് തന്നെ നമുക്ക് ബോധമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. വേറെയും തെളിവുകളുണ്ട്. പലപ്പോഴും നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കുന്നു. ഒടുവിൽ നമ്മൾ തന്നെ അത് തെറ്റിക്കുന്നു. ഏറ്റവും വലിയ ഉദാഹരണം, നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നാളെ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും എന്ന തീരുമാനം എടുക്കുന്നതാണ്. അടുത്ത ദിവസം 4 മണി ആകുമ്പോഴത്തേക്കും നമ്മൾ ആ തീരുമാനം അങ്ങ് മാറ്റും. ഒടുവിൽ ഒത്തിരി വൈകി എഴുന്നേക്കും. 9 മണിക്കോ 10 മണിക്കോ എഴുന്നേറ്റതിന് ശേഷം സ്വയം ദേഷ്യപ്പെടും. കുറ്റബോധം തോന്നും. എന്തുകൊണ്ട് ഞാൻ 4 മണിക്ക് എഴുന്നേറ്റില്ല? പിന്നെ അടുത്ത ദിവസം 4 മണിക്ക് എഴുന്നേക്കുമെന്ന് വീണ്ടും പ്രതിജ്ഞയെടുക്കും. ഈ സൈക്കിൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? ബോധമില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ഉറങ്ങുകയാണ്. നിങ്ങൾക്കറിയാമോ, ബുദ്ധനെ അവേക്കൺ വൺ എന്നാണ് വിളിക്കുന്നത്. ഹിന്ദിയിൽ ജാഗ്രത് വ്യക്തി. മലയാളത്തിലേക്ക് തിരിഞ്ഞ് മാറ്റിയാൽ ഉണർന്നിരിക്കുന്ന വ്യക്തി എന്നാണ് അർത്ഥം. എന്തുകൊണ്ടാണ് ബുദ്ധനെ ജാഗ്രത് വ്യക്തി എന്ന് വിളിക്കുന്നത്? കാരണം അദ്ദേഹം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റിരിക്കുന്നു. ബുദ്ധ എന്ന് പറയുമ്പോൾ 5ാമത്തെ തലത്തെ സ്പർശിച്ചൊരാൾ എന്നൊരർത്ഥം കൂടിയുണ്ട്. വിശുദ്ധി ചക്രത്തെക്കുറിച്ചും അതുമായി ബന്ധമുള്ള സ്പിരിച്വൽ ശരീരത്തെക്കുറിച്ചുമാണ് നിങ്ങൾ ഇന്ന് കേട്ടത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വിശുദ്ധി ചക്രത്തെക്കുറിച്ചുള്ള തീർത്തും വ്യത്യസ്തമായ കാഴ്ചപ്പാടിനെ ബേസ് ചെയ്ത് മറ്റൊരു വീഡിയോ ഈ ചാനൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണുക. ഈ വീഡിയോയുടെ കാർഡാണ് നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.